തൊടേണമേ. ആരാധനേ യേശുവേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത സുവിശേഷ ശുശ്രൂഷകളിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിലും അത്ഭുതകരമായ വ്യത്യാസങ്ങളെ കൊണ്ടുവരും. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എറണാകുളത്ത് നിന്നും ഒരമ്മ എഴുതുന്ന സാക്ഷ്യമാണിത്. സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന ടെലിവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത് യേശുവിനെ ആരാധിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കാലൊടിഞ്ഞ് 3 വർഷമായി നടക്കാൻ പറ്റാതെ വിഷമിക്കുന്നൊരു വ്യക്തിയായിരുന്നു. സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഷാലോം ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി സുവിശേഷ ശുശ്രൂഷയിൽ പങ്കെടുത്ത് യേശുവിനെ നാമം വിളിച്ചപേക്ഷിച്ചതിൻ്റെ ഫലമായി 3 വർഷമായി നടക്കാൻ പറ്റാതെ ഇരുന്ന എനിക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള അത്ഭുത സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ലഭിച്ചു. ഇതിനെല്ലാം 1000 നന്ദി അർപ്പിച്ച് ഞാൻ യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. മാത്രമല്ല, പ്രാർത്ഥിച്ച തൈലം ഉപയോഗിച്ചതിന് ഫലമായി എൻ്റെ മുഖത്തുണ്ടായിരുന്ന മറുകും കുരുക്കളും പരിപൂർണമായും അപ്രത്യക്ഷമായി എൻ്റെ മുഖത്തിൻ്റെ വിരൂപാവസ്ഥ മാറി. ഞാൻ എൻ്റെ യേശുവിന് 1000 നന്ദി അർപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എറണാകുളത്ത് നിന്ന് ഒരമ്മ സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുന്ന വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് നേടിയ അത്ഭുതങ്ങളെ വർണ്ണിക്കുകയാണ്. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കുക. എൻ്റെ പേര് ജിൻസി, വീട് കോതമംഗലം. ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും ഷാലോം ടെലിവിഷനിലൂടെ 11 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ള ഈ വചന ശുശ്രൂഷയിൽ ഞാൻ അത്ഭുതം കൂറിയാണ് പങ്കെടുക്കുന്നത്. ഏതാണ്ട് 8.5 വർഷത്തോളമായി എനിക്ക് തുമ്മൽ അലർജി രോഗമുണ്ട്. ഇത് അധികമായതിൻ്റെ ഫലമായി 3 വർഷമായി എനിക്ക് ശ്വാസം മുട്ടലായി അത് മാറി. മരുന്ന് 8.5 വർഷമായി കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ഡോക്ടർ പറഞ്ഞു, വലുവായി മാറിയത് കൊണ്ട് ഇത് മാറാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരു പണിയും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. പല പ്രാവശ്യം തുമ്മുകയും ചുമ ഉണ്ടാവുകയും അത് ശ്വാസമുട്ടലായി മാറുകയും ചെയ്യുന്നു. ഞാൻ മാനസികമായി തളർന്നു. എൻ്റെ ചേച്ചി പറഞ്ഞു, സുവിശേഷ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് യേശുവിനെ നാമം വിളിച്ചപേക്ഷിച്ചാൽ വീട്ടിലിരുന്ന് തന്നെ സൗഖ്യം ലഭിക്കുമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ ചേച്ചിയും കൂടി യേശുവിനെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് സുവിശേഷ ശുശ്രൂഷ ടെലിവിഷനിൽ നടക്കുമ്പോൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ രോഗം അത്ഭുതകരമായി സുഖപ്പെട്ടു. അന്ന് തൊട്ട് ഇന്ന് വരെ ശ്വാസം മുട്ടലോ തുമ്മലോ എന്നെ അലട്ടിയിട്ടില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവ പൈതലെ, നീ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നീ വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമം വിളിച്ചാൽ അവിടെ യേശുവിൻ്റെ അത്ഭുത സാന്നിധ്യം നിറയും. ആ ഭവനം യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതൽ ഉണ്ടാകുന്നൊരു അനുഭവം കർത്താവ് നിങ്ങൾക്ക് നൽകും. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് യേശുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിക്കുക, യേശുവിൻ്റെ നാമത്തെ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും അഭിഷേകം ചെയ്യണമേ. എല്ലാ വിപരീത സ്വാധീനങ്ങളും രോഗക്കെട്ടുകളും അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള ദുർബാധകളും ദുർഭൂതങ്ങളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ കുടുംബങ്ങളെയും വ്യക്തികളെയും ആശീർവദിക്കുന്നു. അത്ഭുതങ്ങളും അഭിഷേകങ്ങളും യേശു നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം പഠനത്തിന് വേണ്ടി എടുക്കുന്ന പുസ്തകം യോനാ പ്രവാചകൻ്റെ പുസ്തകമാണ്. ഹല്ലേലൂയ. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം. ദൈവം യോനാ പ്രവാചകനോട് അരുളി ചെയ്തു, നീ നിനവേ നഗരത്തിലേക്ക് പോവുക, ആ നഗരത്തോട് എൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുക. ദൈവം യോനായോട് നിനവേ നഗരത്തിലേക്ക് പോകാൻ കൽപ്പിച്ചുവെങ്കിലും
ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവാചകനെയാണ് യോനായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. എങ്കിലും ദൈവത്തിൻ്റെ അതിരറ്റ കരുണ കൊണ്ട് ദൈവം യോന പ്രവാചകനെ നിനവെ പട്ടണത്തിൽ എത്തിച്ചു. അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് നിനവെ പട്ടണം. പ്രൈസ് ദ ലോർഡ്. നിനവെ പട്ടണത്തിൽ വന്ന യോനയുടെ ദൗത്യം ഇങ്ങനെയാണ്: നിനവെ നഗരത്തിലൂടെ നടന്ന് ഈ പട്ടണത്തിലെ ജനങ്ങളോട് അനുതപിക്കണമെന്ന് പ്രഘോഷിക്കുക. അനുതപിച്ചില്ലെങ്കിൽ 40 ദിവസത്തിനുള്ളിൽ ഈ പട്ടണത്തെ ദൈവം നശിപ്പിക്കും എന്ന് പ്രഘോഷിക്കാൻ ദൈവം യോനായെ നിനവയിൽ എത്തിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതിൽ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു പ്രവാചകനെയാണ് നാം യോനായുടെ പുസ്തകത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ആത്മാവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം ഇങ്ങനെയാണ് യേശു ക്രിസ്തു ഈ കാര്യത്തിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്: എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവിടുത്തെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. യോഹന്നാൻ 4:34. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി തന്നെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഏകജാതനായ യേശു ക്രിസ്തു. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാം വാക്യം, അവിടെ യേശു ക്രിസ്തു ഇങ്ങനെയാണ് പഠിക്കുന്നത്: എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ എപ്പോഴും ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് ഒരു ജീവിത വ്രതമായി എടുത്ത യേശുവിനെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവദാസന്മാരിൽ നിന്നും ദൈവം ഈ ഒരു സുഹൃതം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ അരൂപിക്ക് ഘടകവിരുദ്ധമായ ഒരു സ്വഭാവം കാണിക്കുന്ന പ്രവാചകനാണ് യോന പ്രവാചകൻ. ദൈവം എന്തു പറഞ്ഞോ അതിന് എതിരെ ചിന്തിക്കുക, ദൈവം എന്തു പറഞ്ഞോ അതിനോട് മല്ലടിക്കുക. പ്രൈസ് ദ ലോർഡ്. അതാണ് മറുതലിപ്പിൻ്റെ സ്വഭാവം, അതാണ് വിമത സ്വഭാവം. ഹല്ലേലൂയ. ദൈവം പ്രവാചകനോട് പറഞ്ഞു, ഈ നഗരത്തിലൂടെ നടന്ന് പ്രസംഗിക്കുക. 3 ദിവസത്തെ യാത്രാ ദൂരം ആ പട്ടണത്തിന് ഉണ്ട് എന്നാണ് ബൈബിളിൽ നാം വായിക്കുന്നത്. യോനയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം, യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വലിയ ഒരു നഗരമായിരുന്നു നിനവെ. അത് കടക്കാൻ 3 ദിവസത്തെ യാത്രാ ദൂരം ഉണ്ടായിരുന്നു. യോന എത്ര ദിവസം നടന്ന്? യോന പേരിന് ചടങ്ങ് കഴിക്കുന്നത് പോലെ 1 ദിവസം നടന്നിട്ട് അനുദപിക്കണം എന്ന് പറഞ്ഞു. ദൈവം പറയണ കാര്യങ്ങൾ അനുസരിക്കാൻ വിമുഖത, ദൈവം പറയണ കാര്യങ്ങളോട് ഒരു മതിപ്പില്ലാത്ത ഒരു സ്വഭാവം യോനായിൽ നിറഞ്ഞു നിൽക്കുകയാണ്. 3 ദിവസം ആവേശത്തോടെ പട്ടണത്തിലൂടെ തെടുകയും കുറുകയും നടന്ന് ജനങ്ങളോട് അനുദപിക്കുന്നില്ലെങ്കിൽ ഈ പട്ടണം നശിപ്പിക്കപ്പെടും എന്ന് വീറോടുകൂടെ ശൗര്യത്തോടുകൂടെ പ്രഘോഷിക്കേണ്ട യോന ഒരു താല്പര്യമില്ലാതെ 3 ദിവസം നടക്കേണ്ട ഈ പട്ടണത്തിൽ 1 ദിവസം അവിടെ ഇവിടെ നടന്നിട്ട് അനുദപിച്ചില്ലെങ്കിൽ ഈ പട്ടണം നശിപ്പിക്കപ്പെടും എന്ന് ഒരു ചടങ്ങ് കഴിക്കുന്നത് പോലെ ചെയ്യുന്നൊരു സുവിശേഷ വേലയാണ് നാം ഇവിടെ കാണുന്നത്. പക്ഷേ ദൈവത്തെ ശ്രദ്ധിക്കുക, ദൈവം അതിരറ്റ കരുണ കാണിക്കുകയാണ്. അതിരറ്റ കരുണ. ഈ യോനായോട് ദൈവം കോപിക്കുന്നില്ല, ആ പട്ടണത്തോട് ദൈവം അലിവ് കാണിക്കുന്നു. ആ പട്ടണത്തിലുള്ള രാജാവും ജനങ്ങളും മൃഗങ്ങൾ പോലും ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഹൃദയ തുറവി ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് ആ പട്ടണവാസികൾക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. അവരുടെ അനുതാപം ദൈവസന്നിധി സ്വീകാര്യമായി.
ആ നഗരത്തിന് വരാനിരുന്ന തകർച്ച ദൈവം എടുത്തു മാറ്റി. പിന്നെ 150 വർഷങ്ങൾക്ക് ശേഷമാണ് ആ നഗരത്തിൻ്റെ മേൽ തകർച്ചയുണ്ടാകുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നഗരം തകരാൻ തുടങ്ങുമ്പോൾ ആ നഗരത്തിന് വരാൻ പോകുന്ന തകർച്ചയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആ നഗരത്തിൻ്റെ മേൽ അനുതാപത്തിൻ്റെ ആത്മാവിനെ വർഷിച്ച് ആ നഗരത്തെയും ജനങ്ങളെയും എങ്ങനെയെങ്കിലും നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ അല്ലേ യോനായുടെ പുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്? ദൈവത്തിൻ്റെ അതിരറ്റ കരുണയാണ് ഇവിടെ കാണുന്നത്. ഒരു കുടുംബം നശിക്കാറാകുമ്പോൾ, ഒരു കുടുംബം നാശത്തിൻ്റെ വക്കത്തെത്തുമ്പോൾ, ഒരു വ്യക്തിയുടെ ജീവിതം നാശത്തിൻ്റെ വക്കത്തെത്തുമ്പോൾ ആ വ്യക്തി നശിക്കാതിരിക്കാൻ വേണ്ടി ദൈവം രക്ഷയുടെ മാർഗങ്ങളും രക്ഷയുടെ അന്തരീക്ഷവും രക്ഷയുടെ വഴികൾ ആ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരുക്കി കൊടുക്കും എന്ന് തന്നെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആരെങ്കിലും വിട്ട് വരാനിരിക്കുന്ന നാശത്തിൻ്റെ വാർത്ത അറിയിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം മനഃപൂർവ്വം ദൈവത്തിൻ്റെ സ്വരത്തിനോട് മറുതലിച്ച് ദൈവത്തോട് മനഃപൂർവ്വം മറുതലിച്ച് പോയാലും ദൈവത്തിൻ്റെ കരുണ അവസാനിക്കുന്നില്ല. ദൈവത്തിൻ്റെ അതിരറ്റ കരുണ അവസാനിക്കുന്നില്ല. ആ പട്ടണത്തിൻ്റെ തകർച്ച മാറ്റി ആ പട്ടണത്തിന് വീണ്ടും ദൈവം അഭിവൃദ്ധി കൊടുക്കുന്നതൊരു രംഗമാണ് യോനായുടെ പുസ്തകത്തിൽ നാം കാണുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വീണ്ടും യോനായുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം. യോന അത്യധികം കുപിതനായി. ഈ ജനം മുഴുവനെയും രക്ഷിക്കുന്നത്, ഈ ജനം മുഴുവനുള്ള തകർച്ച ദൈവം മാറ്റി ആ ജനത്തെ തകർച്ചയിൽ നിന്ന് വിടുവിച്ചത് കൊണ്ട് യോന ദൈവത്തോട് കുപിതനാവുകയാണ്. യോന കർത്താവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇത് തന്നെയല്ലേ അങ്ങോട്ട് പറഞ്ഞത്? ഇതുകൊണ്ടാണ് ഞാൻ താർശീസിലേക്ക് ഓടിപ്പോകാൻ വേണ്ടി ശ്രമിച്ചത്. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ദൈവത്തോട് യോന വെറുതെ കോപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് യോന ദൈവത്തോട് സംസാരിക്കുന്ന വചനം കേൾക്കുക. കർത്താവേ, എൻ്റെ ജീവൻ അങ്ങോട്ട് എടുത്തോ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദം ചാകുന്നതാണ്. നോക്കി, അങ്ങേയറ്റം മൂപ്പർക്ക് ഭയങ്കര നിരാശ. ഇങ്ങനെ ജീവിക്കുന്ന മരം ചാകുകയാണ്, എൻ്റെ ജീവൻ അങ്ങ് എടുത്തോ. ദൈവത്തോട് കോപിക്കുകയാണ് യോന. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കാനോ ദൈവത്തിൻ്റെ മനസ്സ് നടപ്പാക്കാനോ തെല്ലും തുറവിയില്ലാത്ത ഒരു പ്രവാചകനല്ലേ ഇവിടെ കാണുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബാലാം പ്രവാചകനെ വെട്ടി തുണ്ടമായി മുറിച്ചതുപോലെ, ആ ബാലാം പ്രവാചകൻ അകാലത്തിൽ ദാരുണമായി വധിക്കപ്പെട്ടതുപോലെ ഇദ്ദേഹത്തിന് മേലും വേണമെങ്കിൽ ദൈവത്തിന് പല തകർച്ചകളും വരുത്താം. എന്നാൽ ദൈവം അങ്ങേയറ്റം ഇദ്ദേഹത്തോട് വാത്സല്യം കാണിക്കുകയാണ്. യോനയുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. യോന പുറത്തിറങ്ങി നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് പോയിരുന്നു. അവിടെ അവൻ തനിക്ക് വേണ്ടി ഒരു കൂടാരം നിർമ്മിച്ചു. നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാനായി കൂടാരത്തിൻ്റെ കീഴിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കുക, യോനയുടെ സ്വഭാവം. ഇപ്പോഴും അവൻ്റെ ആഗ്രഹം ആ പട്ടണം നശിക്കണം. ഇപ്പോഴും അവൻ്റെ ആഗ്രഹം ആ പട്ടണത്തിന് മേൽ തീയും ഗന്ധവും ഇറങ്ങണം. ഇപ്പോഴും അവൻ്റെ ആഗ്രഹം ഒന്നുപോലും രക്ഷപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് തൻ്റെ ഈ സ്വഭാവം പോലെ തന്നെ ദൈവവും സ്വഭാവം കാണിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുക. അങ്ങനെ ദൈവം പ്രവർത്തിക്കാത്തതുകൊണ്ട് ദൈവത്തോട് കോപിക്കുക. ഹല്ലേലൂയ. എന്തായാലും ശരി, ഇങ്ങനെയെല്ലാം മറുതലിക്കുന്നൊരു പ്രവാചകനാണെങ്കിലും ദൈവം യോനായോട് അതിരറ്റ വാത്സല്യം കാണിക്കുകയാണ്. അവന് തണലേകാൻ വേണ്ടി ഒരു മരം അവിടെ ദൈവം ക്രമീകരിച്ച് കൊടുക്കുകയാണ്. അവൻ ആ മരം വലിയ ആശ്വാസമായി. ആ മരത്തിൻ്റെ തണലിൽ അവനിരുന്ന് ആശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ആ മരത്തിൻ്റെ തണലിൽ അവനിരുന്ന് ആഹ്ലാദവും സന്തോഷവും, ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ അവനുണ്ടായി. ആ മരത്തെ അവന് വളരെ ഇഷ്ടമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും യോന നോക്കുമ്പോൾ ഒരു പുഴു വന്ന്, പിറ്റേ പ്രഭാതത്തിൽ ഒരു പുഴു വന്ന് ആ ചെടിയെ ആക്രമിച്ചു. ആ ചെടി വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റിനെ നിയോഗിച്ചു. തലയിൽ സൂര്യൻ്റെ ചൂടേറ്റ് യോന തളർന്നു. അവൻ ആ പാറപ്പുറത്തിരിക്കുകയാണ്, അവൻ ആ വെയിലത്തിരിക്കുകയാണ്. തലയിലേക്ക് സൂര്യൻ്റെ അത്യുഗ്രമായ ചൂട് പതിച്ച് യോന തളർന്നു. മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. അവൻ കോപിക്കുകയാണ്. വീണ്ടും 9-ാമത്തെ വാക്യം. ദൈവം യോനായോട് ചോദിച്ചു, ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്കെന്ത് കാര്യം? അവൻ പറഞ്ഞു, കോപിക്കാൻ എനിക്ക് കാര്യമുണ്ട്, മരണം വരെ ഞാൻ കോപിക്കും. ഒരു പ്രവാചകൻ്റെ സ്വഭാവം നോക്കുക. എന്നിട്ടും ദൈവം
ആ പ്രവാചകനോട് അതിരറ്റ വാത്സല്യം കാണിക്കുന്നു. പട്ടണത്തോടും ജനത്തോടും ദൈവം അതിരറ്റ വാത്സല്യം കാണിക്കുന്നു. പ്രവാചകനോട് ദൈവം അതിരറ്റ വാത്സല്യം കാണിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ യോനായുടെ പുസ്തകത്തിൽ ദൈവം നമുക്ക് നൽകുന്ന അതിപ്രധാനമായ ഒരു ദൈവിക ദൂതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം എപ്പോഴും വാത്സല്യം കാണിക്കുന്നതിൽ സന്തോഷിക്കുന്നു. നമ്മുടെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, നമ്മുടെ ചില പ്രത്യേക അവസ്ഥകളിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ മറുതലിക്കുമ്പോഴും, ദൈവത്തോട് വിമത സ്വഭാവം കാണിക്കുമ്പോഴും, ദൈവത്തോട് ധിക്കാരം കാണിക്കുമ്പോഴും ദൈവം നമ്മളോട് അതിരറ്റ വാത്സല്യത്തോടെ ഇടപെട്ട് നമ്മുടെ അരികിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നോക്കുന്നു എന്നൊരു വലിയ പ്രമേയം ഈ പുസ്തകത്തിലുണ്ട്. ദൈവം നമ്മുടെ പാപത്തിലും നമ്മുടെ തകർന്ന സ്വഭാവം, യോനായുടെ സ്വഭാവം ഒരു തകർന്ന സ്വഭാവമാണ്. യോനായുടെ അന്തരംഗം ഒരു തകർന്ന അന്തരംഗമാണ്. നമ്മുടെ തകർന്ന സ്വഭാവത്തിലും നമ്മുടെ തകർന്ന ആത്മീയതയിലും നമ്മുടെ തകർന്ന അവസ്ഥയിലും നമ്മുടെ തകർച്ചയിൽ നമ്മളോട് ചേർന്ന് നിന്ന് എങ്ങനെയെങ്കിലും നമ്മളെ രക്ഷിക്കണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണ് യോനായുടെ പുസ്തകത്തിൽ നാം കാണുന്നത്. ജനത്തോടും പ്രവാചകനോടും എല്ലാം കരുണ. ഈ യോനായോട് ദൈവം എങ്ങനെ ഇടപെടുന്നുവോ അതുപോലെ ദൈവം നൂറ്റാണ്ടുകളായി സഭയോട് നിരന്തരം കരുണ കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഈ യോനായോട് ദൈവം എങ്ങനെ ഇടപെടുന്നുവോ അതുപോലെ ദൈവം നൂറ്റാണ്ടുകളായി നമ്മുടെ കുടുംബങ്ങളോട് അതിരറ്റ കാരുണ്യം കാണിച്ചാണ് ഇന്ന് വരെ നമ്മുടെ കുടുംബത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ദൈവത്തിൻ്റെ അതിരറ്റ കാരുണ്യം കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ വംശങ്ങളും നമ്മുടെ സഭയും എല്ലാം നിലകൊള്ളുന്നത്. ലോകം മുഴുവൻ ഇന്ന് നിലകൊള്ളുന്നുണ്ടെങ്കിൽ നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല, ദൈവം നമ്മളോട് തലമുറകളായി കാണിച്ച അതിരറ്റ വാത്സല്യമാണ് ഇന്നത്തെ നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമെന്ന് ദൈവവചന പ്രകാരം നമ്മൾ മനസ്സിലാക്കണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന അങ്ങയെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. സങ്കീർത്തന പുസ്തകം 57 അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ഞങ്ങൾ അങ്ങേറ്റം തകർച്ചയുടെ വക്കിലാണെങ്കിലും, ഞങ്ങൾ അങ്ങേറ്റം ധിക്കാരത്തിൻ്റെ പാതയിലാണെങ്കിലും, ഞങ്ങൾ അങ്ങേയറ്റം അന്തരംഗത്തിൽ തകർന്ന സ്വഭാവത്തിൻ്റെ ഉടമയാണെങ്കിലും, അപ്പോഴും ഞങ്ങളുടെ കൂടെ നിന്ന് അതിരറ്റ കാരുണ്യത്തോടെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അന്തരംഗത്തിലും കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധതയും മാറിപ്പോകട്ടെ. ദൈവാനുഭവത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ മുരടിപ്പുകളും വിട്ടുമാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യത്തോടും വാത്സല്യത്തോടും തുറവിയുള്ള ഹൃദയങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ അന്തരംഗങ്ങളിൽ രൂപാന്തരപ്പെടട്ടെ, രൂപം കൊള്ളട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. Hallelujah, Maranatha. Come, Lord Jesus. റോമാലേഖനം 9-ാം അധ്യായം 16-ാം വാക്യം, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ ദയയാണ്. ഈ ദയ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയും സകല സമൂഹങ്ങളുടെയും നിലനിൽപ്പിൻ്റെ ആധാരമാണ്. 2 കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി സമൃദ്ധമായി ദയ കർത്താവിന് നമ്മുടെ മേലും നമ്മുടെ സമൂഹത്തിന് മേലും ഉണ്ടാകാൻ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവെ, ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ ദയ കൂടുതൽ അനുഭവിക്കാൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ദൈവത്തോട് മറുതലിക്കുന്ന, ദൈവത്തോട് വാശി പിടിക്കുന്ന, ദൈവത്തോട് മല്ലടിക്കുന്ന എല്ലാ സ്വഭാവ വിശേഷങ്ങളിലേക്കും അങ്ങയുടെ കൃപ വർഷിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ ദയ മനസ്സിലാക്കാനുള്ള കൃപ തരണമേ. അങ്ങയുടെ ദയ മനസ്സിലാക്കാനുള്ള തുറവി തരണമേ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. Hallelujah, Maranatha. Lord Jesus. എൻ്റെ പേര് ബിജി ചാക്കോ.
ഞാൻ പാലാ രൂപതയിൽ ഇളന്തോട്ടം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 1997 ഇന്തോനേഷ്യയിൽ ജോലിക്ക് പോയതാണ്. 2001 വരെ അവിടെ ജോലിയായിരുന്നു. 2001 ഞാനിവിടെ ഒരു ബിസിനസ് തുടങ്ങി. 3 കമ്പനികൾ ഞാനവിടെ തുടങ്ങി. ഒരു എഡ്യൂക്കേഷൻ്റെയും, ഒരു ട്രേഡിംഗ് കമ്പനിയും, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയും. എല്ലാം നന്നായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്തോനേഷ്യയിലെ ഒരു 4 ഏറ്റവും വലിയ ടൗണുകളിൽ എൻ്റെ ബ്രാഞ്ചുകളുണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ 11 സ്റ്റാഫിനെ ഞാൻ കൊണ്ടുപോയി. അവിടെ 70-ഓളം ആൾക്കാർ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. 2005 ഒരു 10 ഏക്കർ സ്ഥലം അവിടെ എടുത്തൊരു വലിയൊരു കോളേജ് തുടങ്ങി. അതിനായിട്ട് ഞാനൊരു 2 കോടി രൂപയോളം കടം മേടിച്ചു. അവിടെ പൊട്ടാൻ തുടങ്ങി. ഓരോ മാസവും ഒരു 5-6 ലക്ഷം രൂപ നഷ്ടം തുടങ്ങി. മൊത്തം 2.5 കോടി രൂപ കടമായി. കൊടുക്കാൻ പറ്റാതെ വന്നു. ചെക്കുകളെല്ലാം മടങ്ങി. യാതൊരു നിർവാഹവും ഇല്ലെന്നായി. സ്റ്റുഡൻസ്, ഞങ്ങളുടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒരു 300 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവിടെ രജിസ്ട്രേഷൻ കൊടുക്കാൻ പറ്റാതെ വന്നു. ഞാൻ സെഹ്യോനിലേക്ക് എല്ലാ ആഴ്ചയിലും തന്നെ വിളിക്കാൻ തുടങ്ങി. ജോസ് ബ്രദറിനെയും അച്ഛനെയും 3-4% കിട്ടി. പിന്നെ ഫ്രാൻസിസ് ബ്രദറിനെ എല്ലാ ആഴ്ചയും തന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പം ഇന്തോനേഷ്യ എന്ന് പറയുമ്പോൾ തന്നെ അവർക്കെല്ലാം കാര്യങ്ങൾ അറിയാം. ഞാനിങ്ങനെ സ്ഥിരം വിളിച്ച് ശല്യപ്പെടുന്ന തുടങ്ങി. എൻ്റെ ബ്രദറെ, എനിക്ക് ഒരു രക്ഷയില്ല. കാരണം സ്റ്റാഫിന് ശമ്പളം കൊടുത്തിട്ട് ഇപ്പം 4-5 മാസമായി സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. കടക്കാർ ഓരോന്ന് ചെറിയ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അവർ വന്ന് നമ്മളെ ചെറിയ രീതിയിൽ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഒരു രക്ഷയില്ല, മുന്നോട്ട് പോകുന്നു. 2.5 കോടി രൂപ കടം എങ്ങനെ വീട്ടുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ വിചാരിച്ചു ഇനിയും ഫാമിലി അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലെന്ന് വിചാരിച്ച് കഴിഞ്ഞ മെയ് മാസത്തിൽ ഇവിടെ വന്നു. മെയ് മാസത്തിൽ ഫാമിലിയെ നാട്ടിലാക്കി. ഇവിടെ വന്ന് മെയ് 1st ഫ്രൈഡേയിലെ ധ്യാനം കൂടി. അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചുപോയി. അത് കഴിഞ്ഞ് അതിൻ്റെ ആസിഡ് ടെസ്റ്റ് ആയിരുന്നു ജൂൺ 30 തീയതി. എനിക്കൊരു 30 ലക്ഷം രൂപ ഇല്ലെങ്കിൽ എനിക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ലാത്തൊരവസ്ഥ വന്നു. എല്ലാ പ്രതീക്ഷയും നശിച്ചു. ജൂൺ 30 തീയതി ഒരു തിങ്കളാഴ്ചയായിരുന്നു. ശനിയാഴ്ച രാത്രി ഞാൻ ഈ നിൽക്കുന്ന ഫ്രാൻസിസ് ബ്രദറിനെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ, എനിക്ക് 30 തീയതി ഒരു 30 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഓടേണ്ട വരും. അപ്പം ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ അവിടെ നിൽക്ക്, ഞാനൊരു തുരങ്കത്തിൻ്റെ അറ്റത്ത് ഒരു പ്രകാശം കാണുന്നതായിട്ടാണ് കാണുന്നത്, നീ അവിടെ തന്നെ ധൈര്യമായിട്ട് നിൽക്കുക, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ശനിയാഴ്ച രാത്രി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ഞായറാഴ്ച എനിക്ക് തന്നെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ബ്രദർ എന്തോ വെട്ടം കാണുന്നതാണ് പറയുന്നത്. കാരണം ഒരു ഞായറാഴ്ച കൊണ്ട് 30 ലക്ഷം രൂപ ആര് കൊണ്ടും തരും? അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞായറാഴ്ച രാത്രി 8 മണിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. രാത്രി 12 മണി വരെ ഞങ്ങൾ സംസാരിച്ചു. അയാളൊരു ക്രിസ്ത്യാനിയായിരുന്നു. അയാൾ പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കുന്നതാണെങ്കിൽ നാളെ രാവിലെ 8 മണിക്ക് ഒരു നോട്ടറിയുമായിട്ട് വരുവാണെങ്കിൽ ഞാൻ നിനക്ക് 30 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ഞാനൊരു ഫ്രണ്ട് വക്കീലിനെ കണ്ട് സംസാരിച്ചു. അയാൾ രാത്രി 3 മണിക്ക് ഒരു നോട്ടറി അഡ്ജസ്റ്റ് ചെയ്തു. രാവിലെ 8 മണിക്ക് നോട്ടറൈസ് ചെയ്തു. അയാൾ എനിക്ക് 30 ലക്ഷം രൂപ തന്നു. ആ ആഴ്ച തന്നെ അയാൾ മൊത്തം 2.5 കോടി രൂപയുടെ കടം ഏറ്റെടുത്തു. ഞാൻ മജോറിറ്റി ഷെയർ അയാൾക്ക് കൊടുത്തു. അങ്ങനെ കടം ഏറ്റെടുത്തു. പിന്നീട് എൻ്റെ തന്നെ സ്ഥാപനത്തിൽ എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പണ്ട് ജോലി ചെയ്തൊരു സ്ഥാപനത്തിലേക്ക് ബോസിനെ വിളിച്ചു പറഞ്ഞു. പിറ്റേ തിങ്കളാഴ്ച തന്നെ 6 ഏക്കർ ശമ്പളത്തിന് ഞാൻ അവിടെ ജോലിക്കും കയറി. ഇപ്പോൾ ഞാൻ തിരിച്ച് ഇവിടെ വന്നത് സാക്ഷ്യം പറയാനും നന്ദി പറയാനും എൻ്റെ ഫാമിലിയെ തിരിച്ച് കൊണ്ടുപോകാനും വേണ്ടിയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മളെല്ലാം കൃത്യമായിട്ട് കേട്ടതാണ്. 2.5 കോടി രൂപയാണ് കടം വന്നത്. ഏതായാലും 2.5 കോടി രൂപ കടം വന്ന് എല്ലാ തരത്തിലും അങ്ങോട്ട് തകർന്ന രീതിയിലായിരുന്നു. പക്ഷേ പ്രാർത്ഥന മുടക്കിയില്ല. നോക്കിയേ, രാത്രിയിലൊക്കെ മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മുടെ സെയ്യോൻ ധ്യാനത്തിലൊന്ന് ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുത്തു. ശുശ്രൂഷകരെ ചിലരെയൊക്കെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കണം. അനേകരം അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് കർത്താവ് ഇടപെട്ടു. ആ വ്യക്തിക്ക് ഒരു ദേവദൂതൻ പോയി പറഞ്ഞായിരിക്കും ഈ വ്യക്തിയെ സഹായിക്കാൻ. അങ്ങനെ അത്ഭുതകരമായിട്ട് സഹായിച്ചു. കർത്താവ് ഇടപെട്ടു. കടമെല്ലാം വീട്ടി വേറെ ജോലി കർത്താവ് നൽകി കുടുംബത്തെ രക്ഷിച്ചു. അത്ഭുതകരമായിട്ട്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah, Maranatha. Come, Lord Jesus.